ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ ഒരു എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. നമ്മളെ നാട്ടിലൊക്കെ എരിശ്ശേരി എന്നും കൂട്ടുകറി എന്നും കുഴയെന്നും അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പം നമ്മൾ ഉത്സവ പറമ്പിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഉത്സവ പറമ്പിൽ പോകുമ്പോൾ ബലൂണൊന്നുമല്ല ഗൈസ് വാങ്ങിക്കണത്. അന്നദാനം കഴിക്കാൻ പോകുമ്പോഴത്തേക്ക് മെയിനായിട്ട് കിട്ടും. എന്ത് കറിയാടി ഇന്ന് അവിടുത്തെ, നീ കഴിച്ചാ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓടി കഴിച്ച് ഒരു സാമ്പാറും ഒരു കുഴയും ഒരു അച്ചാറും എന്ന് പറയും. അപ്പം നമുക്ക് ആ കുഴ നമുക്ക് ഉണ്ടാക്കാം. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയത്തില്ല. അപ്പം നമുക്ക് ഉത്സവപ്പറമ്പിലൊക്കെ കിട്ടണം, അന്നദാനത്തിൽ കിട്ടണം, മെയിനായിട്ട് നമുക്കത് കിട്ടും. പിന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ എന്നും അന്നപ്രസാദം കൊടുക്കില്ല, അവിടെ കിട്ടുന്ന ഒരു സാധനം. അതേ ചേരുവടി എല്ലാം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ അവർക്ക് കുറേയൊക്കെ കാണുമായിരിക്കും. നമുക്ക് ഉള്ളത് വെച്ച് നമുക്കൊരു കുഴ ഉണ്ടാക്കാം, നമുക്കൊരു കൂട്ടുകറി ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്കൊരു എരിശ്ശേരി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ എരിശ്ശേരി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചു തരാം. അപ്പോൾ എന്തെന്നൊക്കെ നോക്കാം. കുഴയ്ക്കും കൂട്ടുകറിക്കും എരിശ്ശേരി ഇതെല്ലാം കൂടെ ഒന്നാണ്. വൻപയർ, മത്തൻ, വാഴയ്ക്ക, ഇത്രയാണ് വെച്ച് ഇത്രയും 3 ഐറ്റം വെച്ചാണ് ഞാനിത് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് ഞാൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ, മഞ്ഞൾപ്പൊടി, നല്ല എരിവുള്ള മുളക് പൊടി, ജീരകം, കൊച്ചുള്ളി, വെളുത്തുള്ളി, ഒരു കൊച്ചുള്ളി, വെളുത്തുള്ളി, ഒരു കുഞ്ഞൻ ഇഞ്ചി, ഒരു 4 പച്ചമുളക്, പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത്രയും വെച്ച് നമുക്ക് എരിശ്ശേരി ഉണ്ടാക്കാം, അല്ലെങ്കിൽ കുഴ ഉണ്ടാക്കാം, അല്ലെങ്കിൽ കൂട്ടുകറി, ഏതെങ്കിലുമൊക്കെ പേരിട്ട് വിളിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് അത് ഉണ്ടാക്കുമ്പോഴത്തേക്ക്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡി ആവട്ടെ. അപ്പോൾ എല്ലാം കൂടെ കുക്കറിലോട്ടാക്കി. അപ്പം നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് വെള്ളമായിട്ട് അടുപ്പിൽ വയ്ക്കും. ഒത്തിരി വെള്ളമൊന്നും വയ്ക്കണ്ട, ആവശ്യത്തിന്. മഞ്ഞൾപ്പൊടി ഇതിൽ അരയ്ക്കാനായിട്ട് ഇടുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഇടില്ല. അപ്പോൾ ഞാൻ എല്ലാം എടുത്ത് വെച്ചു. മുമ്പ് അങ്ങനെയല്ല, അവിടെ നിന്ന് ഇവിടെ നിന്ന് തപ്പിയും പിടിച്ചൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് മതി. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. അതിൻ്റെ കൂടെ 2-3 പച്ചമുളക് ഇടും. ഞാൻ മുഴുവനെ തന്നെ അങ്ങ് ഇടുന്നു. അപ്പോൾ വെന്തൊക്കെ വരുമ്പോഴത്തേക്ക് നല്ലത്. അടച്ചു വെച്ചു വേവിക്കും. എല്ലാം പഠിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ തപ്പുമായിരുന്നു ഗൈസ്. അപ്പോൾ അതവിടെ നിന്ന് വേഗിട്ട് നമുക്ക് നമ്മുടെ കാര്യമുണ്ട്. അടുപ്പിൻ്റെ മൂട്ടിലൊരിക്കലും ഗ്യാസ് വയ്ക്കരുത്. ഗ്യാസിൻ്റെ മൂട്ടിലൊരിക്കലും മൊബൈൽ വയ്ക്കരുത്. മൊബൈൽ വയ്ക്കാൻ പാടില്ല. അപ്പം നമുക്ക് അരപ്പ് ശരിയാക്കാം. അതവിടെ ഇരുന്ന് വെന്തോട്ട് കേട്ടോ. അരപ്പിനുള്ള കൂട്ടൊക്കെ അറിയില്ല. തേങ്ങ, നാളികേരം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1 സ്പൂണ്, നല്ല എരിവുള്ളത്, കളറുകൊണ്ട്, ഒരു തുണ്ട് ഇഞ്ചി, 2 കുഞ്ഞു വെളുത്തുള്ളി, ഒരു 3 ചെറിയ കൊച്ചുള്ളി, 1 സ്പൂണ് ജീരകം, ഇത്ര തന്നെ. അപ്പോൾ ഇത്രയും അരപ്പാക്കട്ടെ. പിന്നെ ഒരു കാര്യം കൂടെ, ചിലവർ ഇതിൽ കുരുമുളക് ഇടുക. അപ്പം ഞാൻ കഴിക്കണ കറിയിൽ എനിക്ക് കുരുമുളക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റ് ഞാൻ ഇതിലിടുന്നില്ല, കുരുമുളക് ഇടുന്നില്ല. നമുക്ക് എല്ലാവർക്കും പറ്റത്തില്ല, പല ടേസ്റ്റും പല രീതിയിലാണ്. അപ്പം ഞാൻ കുരുമുളക് ഇടുന്നില്ല. ചിലർ കുരുമുളകൊക്കെ ഇടും, കഴിച്ചിട്ടുള്ളവർക്കറിയാം. ഇതിടുന്നില്ല. ഇത് നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പം അത് വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ അടപ്പ് തുറച്ചിട്ട് ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ വെന്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അടുപ്പിൽ ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി അത് ശരിയാക്കണം. പച്ചമുളക് കിട്ടാതല്ലേ, നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അരപ്പ് ശരിയാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ മുളക് പൊടിയുടെ കളറാണ് അതങ്ങനെ ഇരിക്കുന്നത്. കുഴ അടിപൊളി ടേസ്റ്റാണ്. സത്യം പറഞ്ഞെങ്കിൽ ഇത് മാത്രം ചിലപ്പം ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ചില സമയത്ത് അമ്മാമ്മയുള്ള സമയത്ത് വയ്ക്കണ കറികളൊക്കെയാണ്. അമ്മാമ്മയ്ക്ക് ഒരു കറി മാത്രം പോരാ. അതായത് അമ്മയുടെ അമ്മയ്ക്ക് ഒരു കറി മാത്രമല്ല, അമ്മാമ്മ കുറേ കറികളൊക്കെ വയ്ക്കും. കാരണം എന്താണെന്ന് പറയാം, കൂട്ടുകുടുംബമായിരുന്നു ഞങ്ങൾ. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. കൂട്ടുകുടുംബം വെച്ചാൽ അമ്മാവന്മാരൊക്കെ കുറേ പേരുണ്ട്.
എല്ലാവരും കൂടെ ചേർന്നാണ്. അപ്പോൾ ആ വീട്ടിൽ വയ്ക്കുമ്പോഴത്തേക്ക് കറികളൊക്കെ ഒത്തിരി വേണം. മീൻ മാത്രം, മീൻ പൊരിച്ചത്, മീൻ കറി വെച്ചത്, വലിയ കലത്തിലൊക്കെ ചോറ് വയ്ക്കണ കാര്യമൊന്നുമില്ല. വെച്ചത് ഞാൻ കൊച്ചായിരുന്നു. അപ്പോൾ അമ്മമ്മയുടെ കറിയിൽ ഒരു സൈസാണ് ഇതൊക്കെ. അമ്മമ്മയ്ക്ക് സാമ്പാറല്ല മെയിനായിട്ട്, പുളിങ്കറിയാണ്. പുളിങ്കറി ഇല്ലാത്ത ദിവസം, പുളിങ്കറിയാണ് മിക്ക ദിവസം കാണും. ഞാൻ ഒരു ദിവസം വയ്ക്കാം കേട്ടോ പുളിങ്കറി. പുളിങ്കറി മെയിനായിട്ട് ഇതുപോലത്തെ കറികളൊക്കെ. എന്തോ അവരെ നല്ല ഒരു വയസ്സായാണെങ്കിൽ അവരൊക്കെ വയ്ക്കുന്ന കറികളൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അവരൊക്കെ നല്ല പണ്ടത്തുള്ള ആൾക്കാരൊക്കെ വയ്ക്കുന്ന കറികളൊക്കെ. അപ്പം ചട്ടി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ കടുക്, കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാളയാണ് ഇപ്പം കടുക് പൊട്ടിക്കാനൊക്കെ ഇടുന്നത്. സവാള ഇട്ട് കടുക് പൊട്ടണം, പൊടപൊടാ പൊട്ടണം. ഇപ്പം കിട്ടല്ലേ നോക്കട്ടെ. ഉപ്പ് കുറവുണ്ട്. ഇത്തിരി ഇടാൻ പാടില്ല. തട്ടിട്ടെ പച്ചല മുളക് പൊട്ടിക്കണം. കവർ പാക്കറ്റ് വാങ്ങിച്ചിട്ട് പൊട്ടിച്ചില്ല. ഓരോ സ്ഥലത്ത് ഞങ്ങൾ പണ്ടൊക്കെ ജോലി ചെയ്ത സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾക്ക് കിട്ടിയ ആഹാരം, അവിടുത്തെ ആഹാര രീതി, അവിടുത്തെ കറികൾ, അതിൻ്റെ ഒരു ഇതിലൊക്കെയാണ് ഞാനിപ്പോൾ കറി ഉണ്ടാക്കാം. കാരണം നമുക്ക് നല്ല കറികളൊന്നും വീട്ടിലുള്ളവർ കഴിക്കുമ്പോൾ നമുക്ക് നല്ല കറിയൊന്നും കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് അവിടെ തന്ന കറികളൊക്കെ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അത് ശീലിച്ചപ്പോൾ അതാണ് നല്ല രുചിയുള്ള കറിയെന്ന് വിചാരിക്കും, കിട്ടണ വെച്ച് കഴിക്കും. അപ്പോൾ അതിലൊരു കറി ഇന്നുണ്ടായിട്ടുണ്ട്. അത് ഞാൻ പിന്നെ കാണിക്കാം. നമുക്ക് ഈ കറി എടുത്ത് അതിലോട്ട് ഇട്ടാം. അപ്പം നമുക്ക് ഇച്ചിരി റിസ്ക് എടുത്താലും നല്ല കറി കഴിക്കണമെങ്കിൽ ഇത് താമസമാണ്. അരപ്പിനോട്ട് ആവിയാണ്. അമ്പലത്തിൽ ഞാൻ പറയില്ല, അമ്പലങ്ങളിൽ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോൾ മെയിനായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ എൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ എനിക്ക് ഈ പഴുത്ത മാങ്ങ, പഴുത്ത ഏത്തക്ക, പഴുത്ത പപ്പരയ്ക്ക ഇതൊക്കെ കിട്ടുമ്പോൾ ഞാൻ കറിയൊക്കെ വയ്ക്കും. കാരണം എൻ്റെ ഈ രീതിയിലൊക്കെയാണ് അത് വയ്ക്കണം. കാരണം എരിശ്ശേരി, പുളിശ്ശേരി എന്നൊക്കെ മധുരമുള്ള കറികളൊക്കെ ഇല്ലേ, പുളിശ്ശേരി ഉണ്ടാകും. എരിശ്ശേരിയല്ല, പുളിശ്ശേരി ഉണ്ടാകും. പുളിശ്ശേരി വയ്ക്കുമ്പോൾ മധുരമുള്ള സാധനങ്ങൾ ഏറ്റവും മത്തൻ, നല്ല ചെനച്ച പപ്പരയ്ക്ക, പഴുത്തല്ല ചെന വന്ന പപ്പരയ്ക്ക, പിന്നെ പഴുത്ത മാങ്ങ, നന്നായിട്ട് പഴുത്ത ഏത്തക്ക, ഇതൊക്കെയാണ് എൻ്റെ മെയിനായിട്ടുള്ളത്. കാരണം ഞാൻ കൊണ്ടുവന്നാൽ അത് തിന്നത്തില്ല. അതെടുത്ത് വെച്ച് അനിയത്തി ചേർത്തി ഫോണിൽ സംസാരിക്കുക, അതെടുത്ത് വെച്ച് ഞാൻ കറിയൊക്കെ എടുക്കും. പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചാൽ എനിക്ക് മെയിനായിട്ട് വേറെ ഒന്നും വേണ്ട, അതൊക്കെ തന്നെയാണ് ഇഷ്ടം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയിട്ട് നമുക്ക് ചോറ് കഴിക്കാം. നിങ്ങളെല്ലാവരും ഉച്ചയ്ക്ക് ചോറ് കഴിച്ചോ? ഭയങ്കര ചൂടാണ് കേസ്.
ഞാൻ അടുക്കളയിൽ നിന്ന് കറങ്ങുമോ, കാരണം അപ്പുറത്തോട്ടൊന്നും പോകണില്ല, ഇവിടെ തന്നെ എപ്പോഴും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി. എനിക്ക് മുട്ടിന് നല്ല വേദനയുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് പല്ല് വേദനയുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞില്ല എനിക്ക് പല്ല് വേദനയുണ്ടെന്ന്. വയസ്സ് ഇന്നലെ ഞാൻ പറഞ്ഞത് എനിക്ക് പല്ല് വേദനയുണ്ടെന്ന്. എനിക്ക് പല്ല് വേദനയുള്ളൂ. ഞാൻ ഇന്ന് നിൽക്കണമെങ്കിൽ ഞാൻ ആ ഗുളിക കഴിച്ചു. മുമ്പ് എനിക്ക് പല്ല് വേദനയ്ക്ക് ഗുളിക തന്നപ്പോൾ എനിക്ക് വേദന മാറിയിട്ടില്ല. പക്ഷേ ഇപ്പം ഡോക്ടർ തന്ന ഗുളികയ്ക്ക് നല്ല വേദന കുറവ്. കാരണം പല്ല് പോട് വന്നുപോയി. എനിക്ക് പല്ല് മാറി എടുത്തതാണോ എന്നൊരു സംശയമുണ്ട്. കാരണം ഈ പല്ല് പോട് വന്നപ്പോൾ മൊത്തത്തിൽ മണ്ടയ്ക്ക് വേദന വരില്ല. അപ്പം നമുക്ക് ഏത് പല്ലിലൊക്കെ തൊട്ടാലും വേദനയായിരിക്കും. ഇപ്പം എല്ലാവരും പറഞ്ഞ പല്ല് മാറിയതായിരിക്കും. ഡോക്ടറിന് വരെ സംശയമുണ്ട് പല്ല് മാറിയതാണോ എന്ന്. പക്ഷെ ഇന്നാണ് ശരിക്കുള്ള പല്ല് ഏതെന്ന് മനസ്സിലാക്കിയത്. ഇവിടെ ഇരുന്ന പല്ലെടുത്ത് ഇനിയിപ്പോൾ ഇവിടെ ഇരുന്ന് ഈ പല്ലിനോട് ഭയങ്കര വേദന. പക്ഷെ ഗുളി കഴിച്ചപ്പോൾ നല്ല കുറവുണ്ട്. അപ്പോഴാണ് മനസ്സിലായത്. മറ്റേത് ഗുളി കഴിച്ചാലും കുറയില്ലായിരുന്നു. ഇപ്പം ഗുളി കഴിച്ചപ്പോൾ നല്ല വേദന കുറവുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഇതെപ്പോഴും ഇത് തന്നെയാണ് എൻ്റെ അവസ്ഥ. അപ്പം അരപ്പ് തിളച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെ കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ എരിശ്ശേരിയും കൂട്ടി നമുക്കൊന്ന് കഴിക്കാം. ഞാൻ കാണിച്ചു തരാം. അവരാരും വരത്തില്ല. വെള്ളം എടുത്ത് വെച്ചിരിക്കും. അപ്പം ഞാൻ കഴിക്കട്ടെ. ഞാനല്ലേ വെച്ച, അപ്പം ഞാൻ തന്നെ കഴിക്കും. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഇത് കഴിച്ചിട്ട് ഞാൻ കൊണ്ട് കൊടുക്കും. വീഡിയോ കണ്ടിട്ട് ഞാൻ എടുത്ത് നിങ്ങളെ മുമ്പിൽ കഴിച്ചിട്ട് ഞാൻ ഞാനുണ്ടാക്കി ഞാൻ കഴിച്ച് കാണിക്കണ്ടേ. ചൂടാ ചോറ് തണുത്ത് രാവിലെ വെച്ചതാണ്. ചൂട് ഇത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ്. നമുക്ക് വേറെ കറികളൊന്നും വേണ്ട. നമുക്ക് ചിലപ്പം വെറും ചോറ് മാത്രമായിരിക്കും. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ചെറിയ കൊച്ചു മത്തങ്ങയോ എന്തെങ്കിലും ഒരു വാഴയ്ക്കയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം ഇട്ട് വയ്ക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ വൻപയറൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ കുഴയിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിന് കുഴയെന്നും പറയും, എരിശ്ശേരി എന്ന് പറയും, കൂട്ടുകറിയെന്ന് പറയും. നമ്മുടെ നാട്ടിലെ രീതിയാണ് ഞാൻ പറഞ്ഞത്. കൊള്ളാം കേട്ടോ. നിങ്ങളൊന്ന് വെച്ച് നോക്കും. ഞാൻ എല്ലാം ഇതും പറഞ്ഞു തന്നല്ലോ. മനസ്സിലായില്ലെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടൊന്ന് വെച്ച് നോക്കും. പച്ചമുളക് മുഴുവൻ ഇട്ടിട്ട് ഞാൻ വെന്തപ്പോൾ ഉടച്ച് ചേർത്തു. പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടു. ആ മുളക് പൊടിയുടെയും മഞ്ഞളിൻ്റെയും കളറാണ് ഈ കളറിൽ ഇതുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ഇട്ട് മറ്റൊരു ദിവസം വരാം. ബൈ.